നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലും ഒമാനിലും പിന്നാലെ സൗദിയിലും ആ ഒരു നിർണായക തീരുമാനമെടുക്കുകയാണ്. പ്രവാസി മലയാളികൾക്ക് ഏറെ സന്തോഷകരമായ നിലപാടും വാർത്തയുമാണ് സൗദിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദി അറേബ്യയും ഇന്ത്യക്കാർക്ക് തിരിച്ചെത്താനുള്ള അവസരം ഒരുക്കുന്നു എന്നതാണ് ഈ വാർത്ത. സൗദിയിൽ നിന്ന് കോവിഡ് വാക്സിൻ എടുത്ത താമസക്കാർക്ക് തിരികെ എത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. പ്രത്യേകം ശ്രദ്ധിക്കുക, സൗദി അറേബ്യയിൽ നിന്ന് കോവിഡ് വാക്സിൻ്റെ 2 ഡോസും സ്വീകരിച്ചവർക്ക് മാത്രമാണ് തിരികെ എത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വാക്സിൻ എടുത്തവർക്ക് മറ്റ് രാജ്യങ്ങളിൽ 14 ദിവസം കഴിയാതെ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് സൗദിയിലെത്താൻ സാധിക്കുന്നതാണെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. സൗദിയിലെ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സൗദി പ്രവാസികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സൗദി വിദേശകാര്യ മന്ത്രാലയം എംബസികൾക്ക് സർക്കുലറും അയച്ചിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യക്കാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഒമാനും കുവൈറ്റും ഇത്തരത്തിൽ ഒരു തീരുമാനം പ്രവാസികൾക്ക് വേണ്ടി എടുത്തിരുന്നു. വ്യാഴാഴ്ച മുതൽ കുവൈത്തിലേക്കും ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈത്തിലേക്കും ഇന്ത്യയിൽ അടക്കമുള്ള 6 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ്. വിമാന സർവീസുകൾ തുടങ്ങാനുള്ള അനുവാദം ചൊവ്വാഴ്ചയായിരുന്നു ലഭ്യമായി തുടങ്ങിയത്. കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കുവൈത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും വാക്സിൻ എടുത്തവരെ വിവിധ വിഭാഗങ്ങളാക്കി തരംതിരിച്ചുകൊണ്ടാണ് ഈ ഒരു വിജ്ഞാപനം സജ്ജമാക്കിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസി ഇന്ത്യക്കാരുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് അറുതി വരികയാണ് ഈ ഒരു തീരുമാനങ്ങളിലൂടെ.